ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ബോളി. തിരുവനന്തപുരക്കാരുടെ ഒരു വിഭവമാണ് ബോളിയും നമ്മുടെ പാലടപ്രഥമനും. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ബോളി ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ശരിയാവോ ഇല്ലെന്ന് നമുക്കറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ എന്തായാലും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും നമുക്ക് ഈ വിഭവത്തിലേക്ക് കിടക്കാം. നമ്മൾ ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 600 ഗ്രാം കടലപ്പരിപ്പ് നമ്മളൊരു 3 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട്, വെള്ളം തീരെ ഇല്ലാതെ അരിച്ചെടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ട് നമുക്ക് ഒരു 3-4 വിസിൽ അടിച്ച് വേവിച്ചെടുക്കാം. അതാണ് ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. കടലപ്പരിപ്പ് കുക്കറിൽ ഇട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയും ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിടാൻ പോവാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ പകുതിയോളം നമ്മളിടാണ്. ഇനി നമുക്കിത് അടച്ച് അടുപ്പത്ത് വെച്ച് ഒരു 3-4 വിസിൽ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയ മാവ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ മൈദമാവ് ഏകദേശം ഒരു 400 ഗ്രാമോളം നമ്മളെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഏകദേശം 1/2 ടീസ്പൂൺ ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിടാണ് അതിലേക്ക്. ഏകദേശം 1/4 ടീസ്പൂൺ ഇടാൻ നമുക്ക്. ഞാൻ ലേശം കൂടി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇത്തിരി ഉപ്പിടുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇടാം. നമ്മൾ ഇടുന്നുള്ളൂ ഉപ്പിടുക. അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴയ്ക്കാം. ഞാൻ ഇതിന് ആവശ്യമുള്ള കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതെടുത്ത് കുഴച്ചിട്ട് നമ്മൾ ഏകദേശം ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് വേണം നമ്മളിത് പരത്താൻ. ഉപ്പിട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴയ്ക്കണം. നമുക്ക് നന്നായിട്ട് നമ്മളിത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടാണ് കുഴക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കാരണം നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് കുഴച്ച് കഴിഞ്ഞിട്ട് ആ പരുവം നമ്മൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് കുറച്ച് നെയ്യ് കൂട്ടി നമ്മൾ മിക്സ് ചെയ്തിട്ടൊരു മാക്സിമം 1 മണിക്കൂറാണ്. നമ്മൾ ഒരു 30 മിനിറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമുക്ക് നോക്കാത്. ഇപ്പോൾ എല്ലാവരും കാണാം. നമ്മൾ ഏകദേശം ചപ്പാത്തിനേക്കാളും ഇത്തിരി ഇതായിട്ട് ലൂസായിട്ടാണ് നമ്മൾ കുഴച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മളൊരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാണ്. നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി 1 സ്പൂൺ നെയ്യ്. എന്നിട്ട് ഒന്നുകൂടി നമ്മൾ മിക്സ് ചെയ്ത് കുഴച്ച് നമ്മൾ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണത്. കടലപ്പരിപ്പ് കുക്കറിലിട്ട് വേവിച്ച് നമ്മൾ 3-4 വിസിലടിച്ച് വേവിച്ചത് ഊറ്റി നമ്മൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ആ കടലപ്പരിപ്പ് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് എടുക്കാം. നമുക്ക് കുറേശ്ശെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്കിടാം. 1-2 പ്രാവശ്യമൊക്കെ 2-3 പ്രാവശ്യമൊക്കെ വേണം നമുക്കിത് അരച്ചെടുക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. അത് 3-4 ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം. കുറേശ്ശെ ഇട്ട് ചില ജാറിലേക്ക് നമ്മൾ കുറച്ചിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് അടുത്തത് അരച്ചെടുത്ത് നമുക്ക് അടുത്ത എങ്ങനെയാണ് ബാക്കിയുള്ള ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിനി പരിപ്പ് അരച്ച് എടുത്തിട്ടുണ്ട്, കടലപ്പരിപ്പ്. അത് ചട്ടിയിലേക്ക് ഇടുകയാണ് നമ്മൾ. ചട്ടിയിലേക്ക് അത് മുഴുവൻ ഇടുകയാണ് നമ്മൾ. ചട്ടിയിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ശർക്കര 2 അച്ച് ശർക്കര നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചീവി അതും കൂടി ഇതിലേക്ക് ഇടാണ്.
ശർക്കര ഇട്ട് കഴിഞ്ഞു. കുറച്ച് പഞ്ചസാര അതിലിടാൻ പോവാണ്. കുറച്ച് നമ്മൾ പഞ്ചസാര ഇടാൻ പോവാണ്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി നമുക്ക് നല്ല രീതിയിൽ വരട്ടിയെടുക്കും. കടലപ്പരിപ്പ് നമ്മൾ അരച്ചിട്ട് അതിലേക്ക് നമ്മൾ ശർക്കരയൊക്കെ ഇട്ടു, പഞ്ചസാരയൊക്കെ ഇട്ടു. ഇനിയും അടുപ്പത്ത് വെച്ച് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കണം. വരട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തയിലേക്ക് എടുക്കാം. നമ്മളിത് നന്നായിട്ട് വരട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് എല്ലാം മിസ്സാവണം. മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് എടുത്ത് വെച്ച് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് എടുക്കാം. നമ്മളെന്തായാലും നന്നായിട്ട് വരട്ടി കുറുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. ഏകദേശം 1 സ്പൂൺ നെയ്യാണ് ഒഴിക്കുകയാണ്. നമ്മളൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചിരിക്കുന്നു. അതിലേക്ക് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. നമുക്ക് ചപ്പാത്തി പരത്തുന്ന പലകയില്ലാത്തത് കൊണ്ട് നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമ്മൾ ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. പ്ലേറ്റിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് തടവിയിട്ട് നമുക്ക് നെയ്യ് തടവിയിട്ട് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തടവുന്ന നെയ്യ്. പ്ലേറ്റിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് തടവിയിട്ട് നമുക്ക് ആ ബോൾ നമുക്ക് പരത്തിയെടുക്കാം. നമ്മളെന്തായാലും കുഴച്ച് വെച്ച മൈദ ഈ പരുവത്തിൽ നമ്മൾ ഒരു 2 നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിന് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ചൊന്ന് പരത്താം. നമ്മളിങ്ങനെ ഒന്ന് പരത്തിയിട്ട് അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ച നമ്മുടെ കടലമാവ് അതിലേക്ക് എടുത്ത് വയ്ക്കുക. എടുത്ത് വെച്ചിട്ട് നമ്മളിത് കവർ ചെയ്യണം. കവർ ചെയ്തിട്ട് വീണ്ടും പരത്താം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലത്തുള്ള വലുപ്പത്തിൽ നമ്മൾ രണ്ടും കൂടി ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്താണ്. നമ്മൾ ഒന്ന് നല്ല രീതിയിലൊന്ന് പരത്തണം. അത് നമുക്ക് ഇതിവിടെ ഒട്ടിപ്പിടിക്കാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും പാടില്ല. നമ്മൾ നല്ല രീതിയിൽ ഇത് പരത്തണം. അധികം കനമൊന്നും നമുക്ക് പാടില്ല. നമുക്കിത് പരത്താൻ നല്ല രീതിയിൽ പരത്തിയിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നെയ്യ് ചൂടായിട്ടുണ്ട്. നമ്മൾ പരത്തി വെച്ച ഈ ബോളിയുടെ ഇത് നമ്മൾ ഇതിലേക്കിട്ട് വേവിച്ചെടുക്കുക. ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ പരത്തി വെച്ച ബോളി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കുക. അത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് നെയ്യൊക്കെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തൂളാം. ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യൊക്കെ തൂളാന്നിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ നമുക്ക് ഇട്ടിട്ട് എടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി മറിച്ചും തിരിച്ചും ഇട്ടിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്തായാലും നമ്മളിപ്പോൾ ഒരു ബോളി ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ ബോളിയാണിത്. തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകും പല കടകളിലും. കൂടുതലും തിരുവനന്തപുരത്താണ് ഇത് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇത്, കുഴപ്പമൊന്നുമില്ല. ഇത് പാലട പ്രഥമനൊക്കെ കൂട്ടി നന്നായിട്ട് കഴിക്കാം. നമുക്ക് എല്ലാ ബോളിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ബോളി റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പാലട പ്രഥമനും ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഏറ്റവും കൂടുതലും തിരുവനന്തപുരം സൈഡിലൊക്കെയാണ് നമുക്ക് കാണുന്നത്. എന്തായാലും നമ്മൾ ഉണ്ടാക്കിയതിൽ ഇത്തിരി കനം കൂടിപ്പോയെന്നുള്ളൂ. ഇത്തിരി കനം നമ്മൾ കുറയ്ക്കണം. എന്തായാലും ആദ്യമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. എന്തായാലും ഇങ്ങനെ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും അടുത്തൊരു നല്ല വിഭവമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.